ആരോട് ചോദിച്ചിട്ടാണ് നീ എന്റെ മുറിയിലേക്കാന്ന്? ആര് പറഞ്ഞയച്ചതാ നിന്നെ? എന്തിനാ നീ തൊട്ടത്? എന്റെ മുറിയിൽ അനാവശ്യമായിട്ട് കേറാൻ പാടില്ല. ഇറങ്ങി പോടി. മോശം, ഇറങ്ങി പോടി. ടീച്ചറമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടല്ലേ. അമ്മ എന്നെ ഒരിക്കലും സ്നേഹിക്കുകയില്ലേ. ആദ്യക്കുട്ട, കല്യാണം കൂട്ടി താഴെ പോ. എനിക്ക് അമ്മയുടെ അടുത്ത് ഇനി ഒരിക്കലും പോവണ്ട, ഒട്ടും പോവണ്ട. ആദ്യക്കുട്ട, കൊണ്ടുപോ. വാ. ഇത്തിരി ഇല്ലാത്തൊരു കുഞ്ഞാണ്, അതിനിങ്ങനെ വേദനിപ്പിക്കണോ? മരുന്ന് തന്നപ്പോ എന്താ ഞാൻ നിന്നോട് പറഞ്ഞത്? എന്റെ അസുഖത്തിന്റെ പേരില് ഇനി പുതിയതായിട്ടൊന്നും ചെയ്യരുതെന്നല്ലേ? പിന്നെ എന്തിനാ ആ കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ആ കൊച്ചിനെ ഞാൻ പറഞ്ഞയച്ചത് വേറെ ആരുടെ അടുത്തേക്കല്ല, അവളുടെ അമ്മയുടെ അടുത്തേക്കാ. അവൾക്ക് വലിയ ലോകവിവരമൊന്നുമില്ല. പക്ഷെ അവളെ പ്രസവിച്ച് അവളുടെ അമ്മ പനിച്ചു കിടക്കുമ്പോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നറിയാം. നിന്റെ നെറ്റിലൊരു തുണി നനച്ചിടാൻ ഞാൻ മറന്നുപോയി. പക്ഷെ അവള് മറന്നില്ല. അതാ ഈ പൂക്കൾക്കൊടിയുടെ ബന്ധം എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞല്ലോ അതിന്റെ പുണ്യം. വീണേ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഒരിക്കലും തട്ടി അകറ്റാൻ പറ്റാത്തൊരു ബന്ധമാണ് അവളുമായിട്ട് നിനക്കുള്ളത്. നമ്മുടെ ആട്ടവും പാട്ടവും ഒക്കെ അവസാനിക്കുന്ന ഒരു സമയം വരും. അപ്പോഴാ നമ്മൾ മക്കളെ കുറിച്ച് ചിന്തിക്കാം, നോക്കാൻ അവരുണ്ടാവുമെന്ന് ചിന്തിക്കാം. ആ പ്രതീക്ഷയോടെ തന്നെയാ ഓരോ അച്ഛനമ്മമാരും നമ്മളെ ചേർത്ത് പിടിച്ച് നടക്കുന്നത്. മതി നിന്റെ ഉപദേശം, എനിക്കതൊന്നും കേക്കണ്ട. പറഞ്ഞിട്ട് പ്രയോജനം ഉണ്ടാവുന്ന കരുതിയിട്ടല്ല, പറഞ്ഞു പോവാം, അത്രേ ഉള്ളൂ. എന്തായാലും ചെറിയൊരു സമാധാനം. മകളെ ആട്ടി പുറത്താക്കാനുള്ള ആരോഗ്യമെങ്കിലും അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഒരിക്കൽ നീ തന്നെ എന്നോട് പറയും കല്യാണി നിന്റെ മോളാണെന്ന്. ഈ ലോകത്ത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളാണെന്ന്. അത് ശരി. അപ്പൊ കല്യാണി അവൾക്കൊരു ഭാരമാണ്. എങ്ങനെയെങ്കിലും അവളെ എന്റെ തലയിലാക്കാനാണ് ശ്രമം. അത് കഴിഞ്ഞാലേ അച്ഛന്റെ സ്വത്ത് എഴുതി വാങ്ങി ഹരിയോടൊപ്പം അവൾക്ക് സുഖമായിട്ട് ജീവിക്കാലോ. പക്ഷേ നീ മത്സരിക്കുന്നത് വീണയോടാ. നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. കല്യാണിയുടെ അമ്മ എന്താ എങ്ങനെ ആയിപ്പോയെ? കല്യാണി തൊട്ടതിനെന്തിനാ ബഹളം വെച്ച്? അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടല്ല. അമ്മമാരങ്ങനല്ലോ. നിത്യാമ്മ എന്നെ സ്നേഹിക്കുന്ന കണ്ടല്ലേ. ഞാൻ അടുത്തില്ലെങ്കില് നിത്യാമ്മ ഉറങ്ങില്ല. എനിക്ക് പനിയൊക്കെ വന്നാലേ പിന്നെ നിത്യാമ്മക്ക് എന്തൊരു ടെൻഷനാണെന്നറിയാവോ? പനി മാറുന്നവരെ നിത്യാമ്മ കൂടെ ഇരിക്കും. എപ്പോഴും എന്റെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും. ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തപ്പോഴും എനിക്ക് ഉമ്മ തരും. നിത്യാമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാ.
എന്നോട് ശ്രേയയും ഗ്രീഷ്മയൊക്കെ അവരുടെ അമ്മമാര് അവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയും. എന്ത് രസാന്നറിയോ കേക്കാൻ. അവരെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതിക്കുന്നതും പൊട്ടു തൊടിയിക്കുന്നതും അമ്മമാരാ. ഒരു കാര്യം ചെയ്യാൻ കല്യാണി, നാളെ മുതൽ കല്യാണിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിത്യമ്മയോട് ഞാൻ പറയാം. വേണ്ട ആദി, നിത്യാമ്മ ആദിയുടെ അമ്മയല്ലേ. അമ്മ എന്നെ ചീത്ത പറയും, എന്നെ കാണുന്ന ഇഷ്ടമല്ല. എന്നാ കുറച്ചു മുന്നേ ഞാൻ അമ്മയെ ചെന്നൊന്ന് തൊട്ടു നോക്കിയില്ലേ. എന്തൊരു സുഖാണെന്നറിയോ അമ്മയെ തൊടുമ്പോ. എന്താ എനിക്ക് അമ്മയെ തൊടുമ്പോ അങ്ങനെ തോന്നുന്നേ? അതെനിക്കറിഞ്ഞൂടാ. ഇന്നാള് മിസ് ക്ലാസ്സിലൊരു കഥ പറഞ്ഞു തന്നില്ലേ, ഒരമ്മയുടെയും കുഞ്ഞിന്റെയും. മിസ് പറഞ്ഞതെന്താ, അമ്മയും കുഞ്ഞും എത്രയോ നാള് കാണാതിരുന്നാലും പിന്നെ ഏത് രൂപത്തിൽ കണ്ടാലും തിരിച്ചറിയുന്നല്ലേ. കല്യാണി വിഷമിക്കണ്ടാട്ടോ. കൊറേ നാള് കഴിയുമ്പോ കല്യാണിയുടെ അമ്മയുടെ ദേഷ്യമൊക്കെ മാറും. എന്നിട്ട് ചിലപ്പോ കല്യാണിയെ സ്നേഹിക്കാനും തുടങ്ങും. അതെന്ത് രസായിരിക്കും അല്ലേ. പാവം മോള്, അവളുടെ അമ്മയെ അവള് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അവക്കത് കൊടുത്തേ പറ്റൂ. എന്നിട്ട് ഹരിക്കും മീണയ്ക്കും കല്യാണിക്കും ഒരു തടസ്സമാവാതെ ജീവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. ഇനി ഒന്നും ചിന്തിക്കാനില്ല. ഒരു സെന്റ് സ്ഥലത്തിന് 8 കോടി രൂപ. ഓ ഹമ്പോ. ആർക്ക് ഏജൻസീസ്? ആർക്ക് ഏജൻസി? സമ്മാന കൂപ്പൺ അടിച്ചായിരുന്നോ? 65 6367. ഹരി, ഇങ്ങോട്ടൊന്ന് വന്നേ. നീ പത്രത്തിൽ എന്തെങ്കിലും വാർത്തയാണെങ്കിൽ ഞാൻ അരിച്ചു പറക്കി നോക്കിയതാ. നീ അരിച്ചാ കിട്ടുന്ന കാര്യമൊന്നല്ല ഇത്. നീ കൊണ്ടൊന്ന് വരാനല്ലേ പറഞ്ഞത്. ഒരു ജോലിയും എവിടെയാ സമയം കിട്ടുന്നേ? എടാ എന്ന് പറഞ്ഞാ ഞാനിത് നിർബന്ധിച്ച് അങ്ങോട്ട് പോയി മേടിച്ചൊന്നുമല്ല. സാധനം എടുത്തപ്പോ അവരെനിക്കൊരു കൂപ്പൺ തന്നു. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ ശരി, കൂപ്പൺ എടുത്തു, അതിങ്ങി കൊണ്ടുവന്നു. അതോടെ അവസാനിച്ചല്ലോ. എടാ പോത്തെ, പ്രത്യേകിച്ച് ഒരു വിശേഷം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വരുത്തേണ്ട കാര്യമുണ്ടോ? എടാ 4 പേർക്കാ സമ്മാനം അടിച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നിനക്ക. നീ നമ്പർ ഒന്ന് ഒത്തു നോക്കിയേ. 656367 656367. ഇത് ശരിയാണല്ലോ. പിന്നെ ഞാനെന്തോ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ? എടാ, കാര്യപ്പെട്ട എന്തെങ്കിലും സമ്മാനമായിരിക്കും. ഇനിയിപ്പോ ഇത് വാങ്ങിക്കാൻ പോണായിരിക്കും. അതിന് ഞാനും കൂടി വരണമായിരിക്കും. വേണ്ടേ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കട്ടെ.
ആ അതെ ആ ഇവിടെ ഞാനേ ഒരു സമ്മാന കൂപ്പണിന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. സമ്മാനം ഉണ്ടെന്ന് പത്രത്തിൽ കണ്ട്. സർ, ഇവിടെ വിജയികളായ ദമ്പതികൾ തന്നെ സമ്മാനം വാങ്ങാൻ വരണം. അതും ഇന്നത്തെ ഫംഗ്ഷനിൽ തന്നെ കൈപ്പറ്റുകയും വേണം. അതില് ഒരു ചെറിയ പ്രശ്നമുള്ളതേ, അവരെ ഈ ദമ്പതികളെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ സമ്മാനം എനിക്ക് വന്ന് കൈപ്പറ്റാൻ പറ്റുമോ? അയ്യോ, അത് പറ്റില്ലല്ലോ സാറേ. സമ്മാനം അടിച്ചിരിക്കുന്ന കപ്പിൾസ് ആരോ അവര് തന്നെയാണ് വരേണ്ടത്. വരേണ്ട സമയവും സ്ഥലവും ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചറിയിക്കാം. ഓക്കെ? വാ. ദാ, ആ ഇനി എന്താ? അതെ, അവര് പറയുന്നത് ഉം. നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്നിട്ട് സമ്മാനം മേടിക്കണമെന്ന്. എനിക്കങ്ങ് വയ്യ. ഏ? ഈ കാര്യം നിത്യയോട് ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു ഭാഗ്യം വന്നാ അത് പുറം കാലിട്ട് തട്ടാൻ പറ്റുമോ? വേണ്ട, അകങ്കാലം കൊണ്ട് തട്ടിക്കോ. ദേ, അമ്മാവൻ വേണമെങ്കിൽ നിത്യയോട് സംസാരിച്ചോ. നിത്യ പോവാൻ റെഡിയാണെങ്കിൽ ഞാനും കൂടെ പോവാം. എന്നാ അങ്ങനെ ആവട്ടെ. ഈ സമ്മാനം മേടിച്ചില്ല പിന്നെ എന്നെ എന്തിനു കൊള്ളാം. ആ അത് ശരിയാ. ഹലോ, ജിത്തെ, ഞാൻ മീണേ. മനസ്സിലായി മാഡം. ജിത്ത് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. മാഡം ഒരു കാര്യം ചോദിച്ചാൽ അതിൽ സന്തോഷമല്ലേ? പറഞ്ഞോളൂ മാഡം. എടാ, ഞാൻ നിന്നൊരു കാര്യം ഏൽപ്പിക്കാം. ജിത്തെ, ഒരു സംശയം തോന്നരുത്. താൻ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. തൻ്റെ ആ കഴിവ് ഇവിടെ കാണിക്കേണ്ടത്. ആ ശരി മാഡം, പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം മാഡം. പക്ഷേ ആ ഹരിശങ്കറിൻ്റെ ഏജൻസിയിൽ മാഡൻ്റെ പേരൊന്ന് ശുപാർശ ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ കാര്യം നടന്ന എൻ്റെ ശത്രുവായ നിത്യ എന്നേക്കുമായി ഒഴിഞ്ഞു പോയ നിനക്ക് ഞാൻ ചാൻസ് വാങ്ങി തന്നിരിക്കും. ഓ, താങ്ക് യു മാഡം. അപ്പോൾ ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ. ഹലോ. സാർ, ഇത് ആർ കെ ഏജൻസിയിൽ നിന്ന് എക്സിക്യൂട്ടീവാണ് വിളിക്കുന്നത്. ആ, ഈ കുറച്ചു മുമ്പ് എന്നെ വിളിച്ച ആളാണോ? അല്ല സാർ, സമ്മാന വിതരണത്തിൻ്റെ ചാർജ് എനിക്കാ. ഓ, നിങ്ങൾ സമ്മാനം വാങ്ങാൻ എത്തുമല്ലോ അല്ലേ? അല്ല, അതെ, എൻ്റെ മരുമോനും മോക്കുമാണ് ഈ സമ്മാനം അടിച്ചിരിക്കുന്നത്. ഓക്കെ സാർ. ആ, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഹോട്ടൽ യമുനയിലാണ്. ഓ, സിറ്റിയിൽ പബ്ലിക് ലൈബ്രറിയുടെ തൊട്ടടുത്താണ് ഹോട്ടൽ. രാവിലെ ഒരു 9:30 സമ്മാനം കിട്ടിയത് രജിസ്റ്റർ ചെയ്യണം. 10 മണിയാകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കും. ഓ, ഒരു 10:30
ഫംഗ്ഷൻ അവസാനിക്കും. ഹോട്ടലിന്റെ പേരെന്തുവാ? ഹോട്ടൽ യമുന. ആ, യമുന. ആ അതെ സാർ. അവിടെ എത്തിയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ആ, ശരി ശരി. അവര് സമയത്തിന് തന്നെ എത്തിക്കോളൂ. ആ ശരി സാർ. ശരി. ആ അമ്മാവ പോയിട്ട് വരാം. ആ അല്ല, ഒരു മിനിറ്റ്. അതെ, ഇന്ന് മോക്ക് സ്കൂളിൽ അല്പം വൈകി പോയാൽ മതിയാ. അതെന്താ? അതിനൊരു കാരണമുണ്ട്. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട്. സമ്മാനം? ആ, എടോ, നമ്മുടെ RK ഏജൻസീസ് ഇല്ലേ, അവര് വിഷുവിനോടനുബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് നടത്തിയിരുന്നു. ആ കഴിഞ്ഞ ദിവസം അവിടെ പോയി എന്തോ വാങ്ങിച്ചപ്പോൾ ഗ്രൈൻഡർ. അമ്മാവൻ നമ്മുടെ രണ്ടുപേരുടെ പേര് ആ സ്ലിപ്പിൽ എഴുതിയിട്ടു. ആ ഇന്നിപ്പോൾ ആ സമ്മാനം അടിച്ചത് നമുക്കാ. ആ അത് പോയി വാങ്ങണം നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അങ്ങനെയല്ല മോളെ. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ആദ്യമായിട്ട് കിട്ടുന്ന സമ്മാനമല്ലേ മോളെ. ഇത്രയേ ഉള്ളൂ. 9:30 കാരണം ഒന്ന് രജിസ്റ്റർ ചെയ്യണം. 10 മണിക്ക് സമ്മാനം കിട്ടും. ആ, അത് കഴിഞ്ഞിട്ട് മോക്ക് സ്കൂളിൽ പോകാം. നിത്യ, എൻ്റെ താല്പര്യക്കുറവ് ഞാൻ നേരത്തെ തന്നെ അമ്മാവനോട് പറഞ്ഞു. ഇനി തനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു. ക്ലാസ്സിൽ വൈകിച്ചില്ല എന്ന് പറഞ്ഞാ അത് ശരിയാവില്ല. ആ അല്ല മോള് ഒന്ന് വിളിച്ച് പറ. 1/2 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് മോളെ ഹരി സ്കൂളിൽ കൊണ്ടുവിടും. മോളെ, ഞാൻ നിങ്ങളവിടെ ചെല്ലുന്നു വാക്ക് പറഞ്ഞു പോയി. അതുകൊണ്ടല്ലേ മോളെ. അവരിപ്പോൾ തന്നെ ഇന്ന് തന്നെ നേരം വെളുത്തിന് 2-3 പ്രാവശ്യം വിളിച്ച് ഇല്ലേടാ. നീ ഇങ്ങനെ ബലം പിടിച്ച് നിന്നാ മോക്ക് പോകാൻ തോന്നുവോ? നീ ഒന്ന് പോകാന്ന് പറഞ്ഞാ മോള് കൂടെ വന്നോളും. ഇല്ലയോ മോളെ? അപ്പം വേണമെങ്കിൽ പോവാം. അയ്യോ, അത്രയെങ്കിലും വായിന്ന് വന്നല്ലോ. മോളെ ഒന്ന് കൂടെ ചെല്ല്. അത് മേടിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നോ. അല്ല, സ്കൂളിലോട്ട് പോയിക്കോ. ആ ചിലപ്പോഴേ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകാനുള്ള കൂപ്പൺ ആയിരിക്കും. അല്ല, ആര് പോകുന്നു? ഇനി അടുത്ത കുരിശും കൂടെ എടുത്ത് തലയിൽ വെക്കാൻ. ഞാനത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നീ അങ്ങനെ ഒന്നും ചെയ്യൊന്നും വേണ്ട. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് വാ. നമുക്ക് പോവാ ഹരി. അമ്മാവിന് വിഷമാവണ്ട. എനിക്ക് ഭയങ്കര വിഷമാവും. പോടാ. ഓ ശരി പോളെ. കൂപ്പൺ ഇവന് എന്തൊന്ന് തേങ്ങയെ മേടിക്കാൻ പോണമെന്നോ? എവിടെ പോണു കൂപ്പൺ ഇല്ലാണ്ട്? മോളെ കുഴപ്പമില്ല. മോനെ, നീ ഇറങ്ങിയ? അല്ല, കുറച്ച് തിരക്കുണ്ടമ്മാവ. ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ളല്ലേ. മറ്റേ വാക്വം ക്ലീനർ വിൽക്കാൻ. മറ്റേ സ്റ്റാൻഡ് എടുത്തില്ല. കേട്ടില്ലേ എന്തോ. പോട്ടെ. ഹലോ. അവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരരുത്.
എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി.